വീണ വിജയന്റെ ഡയറിയിൽ 1 മുതൽ 9 വരെയുള്ള പേജുകളും ഐഫോണും നിർണായകമായി എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. 5 ലക്ഷത്തിന്റെ ചെറിയ വിറ്റുവരവുള്ള ഒരു ചെറിയ സ്ഥാപനം നടന്നുപോയത് CMRLന്റെ ഔദാര്യത്തിൽ. ഇനി പിണറായി വിജയനിലേക്ക് കാര്യങ്ങൾ എത്താൻ വലിയ താമസമില്ലെന്ന് സൂചന. CMRL എക്സലോജിക്ക് വിവാദ സാമ്പത്തിക ഇടപാടിലെ തെളിവുകൾ ശേഖരിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ പരിശോധനകളിൽ പിടിച്ചെടുത്ത ടി വീണയുടെ ഐഫോൺ, ചുവന്ന പുറംചട്ടയുള്ള ഡയറിയിലെ 1 മുതൽ 9 വരെയുള്ള പേജുകൾ, വിവരങ്ങൾ കുറിച്ച ഒരു ഷീറ്റ് പേപ്പർ എന്നിവയാണ് നിർണായക തെളിവുകളെന്ന് അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട്. ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പുറമെ റെയ്ഡിൽ പിടിച്ച പ്രമാണങ്ങൾ പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയ വീണയുടെ സ്വത്തും കണ്ടുകെട്ടുമെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. കേസിന്റെ നിർണായക ഘട്ടത്തിൽ ED പുറത്തുവിട്ട റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് അന്വേഷണം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനിലേക്ക് എത്തുന്നു എന്നാണെന്നും നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. കർത്തായുടെ മൊഴിയും പണം കൈമാറിയത് പിണറായി മുഖ്യമന്ത്രി ആയിരിക്കെയാണ് എന്നതും നിർണായകം. പിണറായി വിജയന് സമൻസ് നൽകാനുള്ള നീക്കമാണെന്നും സൂചന. പിണറായി വിജയനോടുള്ള വ്യക്തിബന്ധം കൊണ്ടാണ് അദ്ദേഹത്തിന്റെ മകൾ ടി വീണയുടെ എക്സലോജിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡിന് പണം നൽകിയത് എന്നും കമ്പനിയുടെ സേവനമൊന്നും സ്വീകരിച്ചിട്ടില്ല എന്നും CMRL മാനേജിംഗ് ഡയറക്ടർ SN ശശിധരൻ കർത്ത മുൻപ് നൽകിയ മൊഴി ഇന്നലെ പുറത്തു വന്നിരുന്നു. കേസിൽ വീണയുടെ സ്വത്ത് കണ്ടുകെട്ടാനുള്ള നടപടികൾക്കായി അന്വേഷണ സംഘം ED ജോയിന്റ് ഡയറക്ടർക്ക് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് 2024 ഏപ്രിൽ 17 മൊഴിയുള്ളത്. സേവനമൊന്നും നൽകിയില്ല എന്ന കർത്തായുടെ മൊഴി വീണയും ശരിവെച്ചു എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 66 ലക്ഷത്തിന്റെ നഷ്ടക്കണക്കും 5 ലക്ഷത്തിന്റെ ചെറിയ വിറ്റുവരവുമുള്ള ദുർബല സ്ഥാപനമാണ് എക്സാലോജിക് എന്നും CMRLന്റെ ഔദാര്യത്തിലാണ് കമ്പനി നടത്തിക്കൊണ്ടുപോയത് എന്നും ED ചൂണ്ടിക്കാണിക്കുന്നു. സോഫ്റ്റ്വെയർ സേവനങ്ങളുടെ പേരിൽ 2.78 കോടി രൂപയാണ് വീണയുടെ കമ്പനിക്ക് നൽകിയത്. എക്സലോജിക് നൽകിയെന്ന് അവകാശപ്പെട്ട സേവനങ്ങൾക്കായി പിന്നീട് മറ്റൊരു IT സ്ഥാപനത്തെ ഏർപ്പെടുത്തി എന്നും അതിന് വീണയ്ക്ക് കൊടുത്തതിനേക്കാൾ വളരെ കുറഞ്ഞ തുകയെ വേണ്ടി വന്നുള്ളൂ എന്നും റിപ്പോർട്ടിലുണ്ട്. വീണയുടെ സ്ഥാപനങ്ങളായ എക്സലോജിക്കിന്റെ അക്കൗണ്ടിലുള്ള 27,585 രൂപയും ലാക്കർ ഇന്ത്യ കോർപ്പറേഷന്റെ 15.57 ലക്ഷം രൂപയും സ്വന്തം പേരിലുള്ള 1.37 ലക്ഷം രൂപയും മരവിപ്പിച്ചു. മേയിൽ വീണയുടെ വീട്ടിൽ നടന്ന റെയ്ഡിലാണ് ഇതിന്റെ രേഖകൾ പിടിച്ചെടുത്തത്. കരിമണൽ കമ്പനിയായ CMRLുമായി ബന്ധപ്പെട്ട് ശശിധരൻ കർത്ത 182 കോടിയുടെ ക്രമക്കേടുകൾ നടത്തിയതായി ആരോപിക്കുന്ന സ്വത്തു കണ്ടുകെട്ടൽ റിപ്പോർട്ടിലാണ് ടി വീണയും പിണറായി വിജയനെയും പരാമർശിക്കുന്ന ഭാഗമുള്ളത്. ചെളി നീക്കി എന്ന പേരിലാണ് CMRL ഈ ചിലവുകൾ എഴുതിമാറ്റിയത്. യഥാർത്ഥ സേവനമോ അനുബന്ധ ബില്ലുകളോ ഇല്ലാതെ സ്വയം തയ്യാറാക്കിയ വൗച്ചറുകൾ ഉപയോഗിച്ച് സ്ലഡ്ജ് ഹാൻഡ്ലിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ എന്ന പേരിൽ 139 കോടിയുടെ വ്യാജ ചെലവ് കാണിച്ചു എന്നാണ് റിപ്പോർട്ട്. CMRL കമ്പനി ഡയറക്ടർമാർ, കുടുംബാംഗങ്ങൾ എന്നിവരുമായി ബന്ധപ്പെട്ട 26 കോടി രൂപയുടെ സ്വത്തും മരവിപ്പിച്ചിട്ടുണ്ട്. കേസിലെ 12 പ്രതികളുടെയും അവരുടെ സ്ഥാപനങ്ങളുടേതുമായി 29 കോടി രൂപയുടെ സ്വത്തുക്കൾ മരവിപ്പിച്ചു എന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതിന് മുന്നോടിയായുള്ള നടപടിയാണിത്. സ്വന്തം ഭാഗം വിശദീകരിക്കാൻ വീണ അടക്കമുള്ളവർക്ക് അവസരമുണ്ടാകും. ന്യൂസ് ഡെസ്ക് കർമാൻസ്.